നമ്മുടെ നാട്ടിൽ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയത്താണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ എറണാകുളം ജില്ലയുടെ തൊട്ടടുത്തുള്ള കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് 9 കിലോ കഞ്ചാവാണ് ഇന്ന് പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 9 കിലോ കഞ്ചാവ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ഒരു 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 കോളേജ് ക്യാമ്പസിൽ, കളമശ്ശേരിയിലുള്ള ഒരു കോളേജ് ക്യാമ്പസിൽ നിന്ന് 9 കിലോ കഞ്ചാവ്. ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു, ഇനി ജാമ്യത്തിൽ വിടുന്നു. അതായത് 1 കിലോ കഞ്ചാവ് 1 കിലോയിൽ താഴെയാണെങ്കിൽ ജാമ്യത്തിൽ വിടാം അല്ലെങ്കിൽ എന്തൊക്കെയാണ്. പക്ഷെ 9 കിലോ ആയിട്ട് അയാളത് ജാമ്യത്തിൽ വിട്ടു. ഇനി ആ ജാമ്യത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അത് അദ്ദേഹം കുറ്റക്കാരനല്ലെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ, ഇതിന് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ 9 കിലോ എവിടെ നിന്ന് എങ്ങനെ വന്നു? ഇതാരാണ് കണ്ടെത്തുന്നത്? എന്ത് ശിക്ഷാ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? അത് ഏത് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിൻ്റെ കയ്യിൽ നിന്നായിക്കോട്ടെ, കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കോളേജിൽ നിന്നാണ് ഇത് 9 കിലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മറ്റുള്ള കോളേജുകളിലെയും ക്യാമ്പസുകളിലെയും നമ്മൾ മക്കൾ പഠിക്കുന്ന കോളേജ് ക്യാമ്പസുകളിൽ നിന്നുള്ള അവസ്ഥ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ എത്രയോ കോളേജുകൾ എറണാകുളം ജില്ലയിലുണ്ട്. അവിടെയൊക്കെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അതിക്രൂരമായിരിക്കും അല്ലെങ്കിൽ അതിഭീകരമായിരിക്കും അവിടുത്തെ അവസ്ഥ. എന്നിട്ട് അവിടുത്തെ വഴി ഈ കളമശ്ശേരിയിലെ പ്രിൻസിപ്പൾ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്, ഇതങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. എത്ര ഭീകരമാണ് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിനെതിരെ നടപടികളാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം, അതിൻ്റെ ഒരു പെയിൻ അല്ലെങ്കിൽ അത് ഇത് ഒരു കുറ്റമായിട്ട് തോന്നുന്നില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ നടപടികൾ ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിലെ പോരായ്മ കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. ഇതൊരു കുറ്റമാണ് അല്ലെങ്കിൽ ഇതൊരു ഭീകരമായ സംഭവമാണ് എന്നുള്ളൊരു തോന്നൽ ആർക്കുമില്ല. കഞ്ചാവാണ്, അത് നിസ്സാരമാണ്, അല്ലെങ്കിൽ MDMA ആണ്, ഇത് നിസ്സാരമാണ് എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ അല്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തോന്നുന്നൊരു ഫീൽ. ആ ഫീല് മാറണമെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മാറണം, ആക്ഷൻ മാറണം, നടപടികൾ മാറണം, കൃത്യമായ നടപടികൾ, ശിക്ഷാ നടപടികൾ ഉണ്ടാവണം. ആ തരത്തിലേക്ക് മാറണം. അത്തരം കൃത്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊരു ഒരു പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിനേലും ഭീകരമായ അവസ്ഥയിലായിരിക്കും നമ്മുടെ നാട് പോകുന്നത്. നമ്മൾ മക്കൾ പഠിക്കുന്ന ക്യാമ്പസിലെ ഒരു അവസ്ഥയാണ്. 9 കിലോ കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. ഇനിയിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള അവസ്ഥ ഭീകരമായിരിക്കും, ഭീകരം.